ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ പോയിണ്ടാവും വിചാരിക്കണം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ്. അപ്പോൾ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു കുഞ്ഞി മൈക്കാണിത്. അപ്പോൾ അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ഉണ്ട്. ഞാൻ അപ്പോൾ വീഡിയോ റെക്കോർഡൊക്കെ ചെയ്ത് നോക്കി. സൗണ്ട് ക്വാളിറ്റി കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്തിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും കൊള്ളാം. അപ്പോൾ ഇത് മാഗ്നറ്റ് ഉണ്ട് കേട്ടോ, ഒരു ഡിജിടെക്കിൻ്റെ ഒരു മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിത് ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ നമുക്ക് ഇവിടെ കോളറിൽ എവിടെയെങ്കിലും നമ്മുടെ ടീഷർട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ മാഗ്നറ്റ് വെച്ച് ഒട്ടിച്ച് വെച്ചാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്നോളും. നല്ലൊരു അടിപൊളി മൈക്കാണ്. അപ്പോൾ ഇതൊരു പ്രൈസ്, ഡീറ്റെയിൽസ്, അൺബോക്സിങ് സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം, ഡിജിടെക് 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഡിജിടെക് എന്ന് കൊടുത്തിട്ടുണ്ട്. യെല്ലോ ബ്ലാക്ക് തീമിലുള്ള ഒരു ബോക്സാണ്. പിന്നെ ഇവിടെ ചാർജിങ്ങിൻ്റെ ലൈറ്റിങ്ങിൻ്റെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാക്കിങ് വരുന്നത്. ഇത് 3 കളറാണ് മെയിനായിട്ട് വരുന്നത്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെയാണ് തുറക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ബോക്സ് പോലെ മുകളിലോട്ട് ഇങ്ങനെ തുറക്കാം, വലിച്ച് ജസ്റ്റ് ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ സംഭവമുണ്ട്, ഡിജിടെക് എന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഓപ്പൺ ചെയ്തു. ഉള്ളിൽ സംഭവങ്ങളൊന്നും എടുത്തില്ല, ഈ ഒരു മൈക്ക് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്ക് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ യൂസർ മാനുവലാണുള്ളത്. പിന്നെ ഈ ഒരു സ്പോഞ്ചിൻ്റെ ഒരു പീസ് ഉണ്ട്. പിന്നെ ഇത് ചാർജറായിരിക്കും. അപ്പോൾ ഇത് 2 റിസീവർ ഉള്ളതാണ്. അതായത് എൻ്റെ ഓൾറെഡി ഉള്ളൊരു മൈക്ക് ഒരെണ്ണം ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു മൈക്ക് വാങ്ങിച്ചതും. പിന്നെ അതുപോലെ തന്നെ പുറത്ത് പോയി വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ടൈപ്പ് A ടു ടൈപ്പ് C ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൈക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്, കവറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് ഡിജിടെക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. DWM123 അതാണ് മോഡൽ. ഇത് മുകളിലോട്ടാണ് തുറക്കുന്നത്. പിന്നെ ഇവിടെ ചാർജിങ് ലൈറ്റുകളാണ്. ഇത് ലൈറ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് മിന്ന് 4 കത്തുമ്പോൾ ഫുൾ ചാർജായി. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നോക്കാം. കണ്ടോ, ഓപ്പണിംഗ് ഒക്കെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ്. അടിപൊളി സംഭവമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ അടയ്ക്കാം, ഇങ്ങനെ നോക്കാം. കണ്ടോ, ഇങ്ങനെ ടൈപ്പ് C ചാർജിങ് സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു ടൈപ്പ് C കണക്ടറാണുള്ളത്. പിന്നെ ഇത് മാഗ്നറ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ചങ്ങനെ കാത്തിരിക്കും. ഓപ്പോസിറ്റ് വെച്ചങ്ങനെ നമ്മുടെ റിപ്പല്ലേത് കയ്യിലോട്ട് വരും. അതായത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, അപ്പോൾ ഇങ്ങനെ കയ്യിലോട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ 2 മൈക്കാണുള്ളത്. 2 കൊടുത്ത് കാണിച്ചു തരുന്നില്ല, ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. സെയിം ആണ് രണ്ടും. അപ്പോൾ അത് ഇവിടെ ഫോക്കസ് ആവണില്ലല്ലോ. ഇവിടെ ഒരു 3 ലൈറ്റ് ഉണ്ട്, കണക്ഷൻ്റെ. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാൻസൽ ചെയ്യുന്ന ആ ഒരു സംഭവം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ചാണിത്. പിന്നെ ബാക്കിൽ ഡിജിടെക്കിൻ്റെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ആയിട്ട് ചെയ്യുന്നോളും. ഈ ഒരു സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് പറിച്ച് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ സംഭവത്തിൻ്റെ ലുക്ക് വരുന്നത്. ഒരു കുഞ്ഞി സംഭവമാണ്, എൻ്റെ കയ്യിൽ വെച്ചത് എത്തതുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ കണക്ടറും ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുമ്പത്തെ മൈക്കാണ്, അതായത് ഗ്രനാരോ എന്ന് പറഞ്ഞ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. സാധാരണ അത്യാവശ്യം ഒരു 1000 രൂപ ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി മൈക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗ്രനാരോ. അപ്പോൾ എനിക്കൊന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുതിയ മൈക്ക് എടുത്തത്. ഹലോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്കിലത്തെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം പതുക്കെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അയ്യോ, നോയ്സ് ക്യാൻസലേഷൻ ഓണായി നിർത്തുന്ന നേരം. അപ്പോൾ ഇപ്പോഴാണ് ഓഫായത്. ഞാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്തപ്പോൾ തന്നെ നോയ്സ് ക്യാൻസലേഷൻ്റെ ലൈറ്റ് കത്തിക്കണ്ടായി, ഞാൻ നോക്കിയില്ല. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കേട്ടത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുള്ള സൗണ്ടാണ്. ഇപ്പോൾ ഓഫാണ്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് കുറച്ച് ടൈം ഇണ്ടാണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കാം. അതിനുശേഷം ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്താൽ അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ പോയിണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ. മൈക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. അതിൻ്റെ പ്രൈസ് വരുന്നത് 2K ആണ്. അതായത് 1900 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 2K നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം.
അപ്പോൾ 2K നോക്കുകയാണെങ്കിൽ 2 റിസീവറുള്ള ഡിജിടെക്കിൻ്റെ ഇതേപോലെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അപ്പോൾ തന്നെ ഇത് പുതിയതാണ്, ഇപ്പം ഇറങ്ങിയുള്ളൂ. അതായത് നല്ല ടെക്നോളജിയൊക്കെയാണ് ഞാൻ സംഭവം കാണിച്ചത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കളർ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ടോട്ടൽ മൊത്തത്തിൽ സംഭവം കൊള്ളാം. പിന്നെ ഞാൻ ഇത് ഇവിടെയാണ് വെച്ചേക്കുന്നത്, കണ്ട ചെറിയ സംഭവമാണ്. അപ്പോൾ നല്ല രസമുണ്ട്. ഇതേപോലെ ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ആണെങ്കിൽ വൈറ്റ് ഇതേപോലെ സംഭവമൊക്കെ വെച്ചാൽ അത്യാവശ്യം അടിപൊളിയായിട്ട് സംഭവം എനിക്ക് തോന്നി. അപ്പോൾ അത്രയുള്ള ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നല്ലത് ജസ്റ്റ് അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഡീറ്റെയിൽ റിവ്യൂ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം പുറത്തൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ പല ലൊക്കേഷനിലും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഒരു റിവ്യൂ വീഡിയോ എന്തായാലും ഇടാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.